റിപ്പോർട്ട് ബ്രേക്കിംഗ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം BSc നിയമനത്തിൽ രാഷ്ട്രീയ നീക്കവുമായി സർക്കാർ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി MS രാജശ്രീയെ പരിഗണിച്ചേക്കും. ഇവരുടെ നിയമനം മുൻപ് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ മുൻ BSc സജി ഗോപിനാഥനാണ് മുൻഗണന. ഗോപാൽ ഷിരാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ സുപ്രീം കോടതി നിരാകരിച്ച പേരെങ്ങനെയാണ് KTUവിലേക്ക് വീണ്ടും പരിഗണിക്കുക? സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിലായി 4 ദിവസങ്ങളിലായിട്ടാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം VC നിയമനത്തിനായുള്ള പട്ടിക തയ്യാറാക്കിയതും അത് സർക്കാരിന് സമർപ്പിച്ചതും അതിലിനി മുൻഗണന നൽകി ഗവർണർക്ക് സമർപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ പാനലിൽ മുൻപ് സുപ്രീം കോടതി പുറത്താക്കിയ ഡോക്ടർ MS രാജശ്രീ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജശ്രീക്കാണ് സാങ്കേതിക സർവകലാശാലയിൽ മുൻഗണന എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം നേരത്തെ സുപ്രീം കോടതി രാജശ്രീയെ പുറത്താക്കാനുള്ള കാരണം രാജശ്രീയുടെ നിയമന രീതി തെറ്റായിരുന്നു, അത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചാണ്. രാജശ്രീയുടെ ക്വാളിഫിക്കേഷനോ യോഗ്യതയോ എന്നും തന്നെ അന്ന് പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ടുകൂടി തന്നെ അതിൻ്റെ പിന്നാലെ വലിയ രീതിയിൽ ഇരയാക്കപ്പെട്ടു രാജശ്രീ എന്ന തരത്തിലേക്ക് സർക്കാരിന് ഒരു വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആദ്യ പേരായി രാജശ്രീയെ സാങ്കേതിക സർവകലാശാലയിലേക്ക് പരിഗണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് IT വകുപ്പിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ സർക്കാർ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ പാനൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹം ഈ പാനൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിനായിരിക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കുള്ള പ്രാഥമിക പട്ടികയിൽ മുൻഗണന നൽകുക. അല്ലാത്ത പക്ഷം സജി ഗോപിനാഥനായിരിക്കും മുൻ VC എന്ന നിലയ്ക്ക് ഈ പട്ടികയിൽ നിന്നും ഡിജിറ്റൽ VC സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആലോചിക്കുന്നത്. ഇതിനോടകം തന്നെ 2 പട്ടികകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉടൻ തന്നെ ഈ പട്ടിക തൻ്റെ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് സമർപ്പിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഗവർണർക്ക് ഈ പട്ടിക സമർപ്പിച്ചാലും അത് ഉടനടി ഒന്നും ഗവർണർ അതിൽ തീരുമാനമെടുക്കുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ മുഖ്യമന്ത്രിയുടെ റോൾ, അതായത് ഈ മുൻഗണന നിശ്ചയിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ പങ്ക് ഒഴിവാക്കണമെന്നും UGCയെ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഗവർണർ ഒരു റിവിഷൻ ഹർജി നൽകിയിരുന്നു. ആ ഹർജി പരിഗണിച്ച ശേഷം അതിൽ കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ ഈ പട്ടികയിൽ ഒരു തീരുമാനം ഗവർണർ എടുക്കുകയുള്ളൂ. അതുവരെ താൽക്കാലിക വൈസ് ചാൻസലർമാർ സർവകലാശാലയിൽ തുടരട്ടെ എന്നതാണ് രാജ്ഭവൻ എടുത്തിരിക്കുന്ന നിലപാട്. സ്മൃതി.